ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ റിയാലിറ്റി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദുവിനെ കാണാതെ ആകെ പരക്കം പാഞ്ഞ് നടക്കുക എല്ലാവരും. പ്രത്യേകിച്ച് ഇപ്പോൾ നയനയും ആദർശമാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടെൻഷനിലാണ്. അവൾ അങ്ങനെയൊന്നും എങ്ങും പോകുന്ന ആളല്ല എന്ന കാര്യമൊക്കെ നയന ഇങ്ങനെ പറയുമ്പോൾ ഇനി ഒരുപക്ഷെ നവീനുമായിട്ടുള്ള കല്യാണാലോചനയുടെ ആ ഒരു ഭാഗമായിട്ട് ഇനി അനിയും അവൾ മാറി നിൽക്കുന്നത് മറ്റോ ആയിരിക്കുമോ ആദർശേട്ടാന്നൊക്കെ നയന ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഞാൻ നവീനെ വിളിച്ചിരുന്നു. നവീൻ പോലീസ് സ്റ്റേഷനിൽ പോയായിരുന്നു. അവിടെ ചെന്നപ്പോൾ നന്ദു അവിടെ ഉണ്ടായിരുന്നില്ലെന്ന കാര്യവും ആദർശ് പറയാം. അവൾ അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് എടുക്കുന്ന ഒരാളല്ല. അഥവാ ഇനി അങ്ങനെ ലീവ് എടുത്താൽ തന്നെ ആ വിഘ്നേഷിൻ്റെ കൂടെ രാകേഷിൻ്റെ കൂടെയൊക്കെ ചുറ്റിയടിച്ച് നടക്കുക മാത്രമേ പതിവുണ്ടായിരുന്നുള്ളൂ എന്നും പറയണം. ഇപ്പോഴേ ലീവ് എടുത്ത് അവരുടെ കൂടെയല്ല നടക്കുന്നത്, അനിയുടെ കൂടെയാണെന്ന് ആദർശ് അന്നേരം പറയുന്നു. അതുകൊണ്ടാണ് രണ്ടുപേരെയും ഒരുമിച്ച് കാണാതായപ്പോൾ എനിക്ക് ടെൻഷനായതെന്നും ആദർശ് പറയുവാണ്. അനിയെ വിളിച്ചിട്ടാണെങ്കിലോ അവനിട്ട് ഫോണും എടുക്കണില്ല എന്ന് പറഞ്ഞു. അച്ഛനാണെങ്കിൽ വയ്യാത്തതാ, അതുകൊണ്ട് നമ്മളിങ്ങനെ ഇരുന്നാൽ ശരിയാകത്തില്ലെന്നേ. അതെ, ഒരു കാര്യം ചെയ്യാം, ഞാനിന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ആദർശേട്ടൻ മാത്രം പോകണ്ട, ഞാനും വരാമെന്ന് നയനെ പറയുമ്പോൾ നീ അവസ്ഥയിൽ വരണ്ട നയനെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കുഴപ്പവും ഇല്ല, എനിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരുന്നാലാ സമാധാനം പോകുന്നത്. എന്നാൽ പിന്നെ ഇവിടെ ആരോടും പറയണ്ട, നമ്മൾ പോകുന്നത് ആരെങ്കിലും കണ്ട ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പോകുകയാണെന്ന് മാത്രം പറഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ട് പേരുടെ പോകാൻ നോക്കും. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പോയതെങ്കിൽ കാര്യങ്ങൾ കുറച്ച് സീരിയസ് കേട്ടോ എന്ന് നയന പറയുമ്പം അതെ സീരിയസ് ആണ്. പക്ഷേ അതിനിടയ്ക്കാണ് നവീൻ്റെ പ്രപ്പോസലും കാര്യങ്ങളും വന്നിരിക്കുന്നത്. അതിനുശേഷം നിന്നെ വിളിച്ച് നിൻ്റെ അമ്മയുടെ സന്തോഷം എത്രത്തോളം ഉണ്ടെന്ന് നിനക്കറിയാമല്ലോ. നവീനെ പോലൊരു പയ്യനെ കിട്ടുക എന്ന് പറഞ്ഞാൽ നന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അത് മഹാഭാഗ്യമാണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും ആ ഒരു ബന്ധം നടക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്ന ആദർശനോട് നടക്കണേന്ന് എൻ്റെയും പ്രാർത്ഥന എന്ന് നയന പറയുക. അതിൻ്റെ ഇടയ്ക്ക് അനിയും നന്ദുവും തമ്മിൽ അകലാൻ പറ്റാത്ത വിധം അടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്നൊക്കെ നയന ഇങ്ങനെ പറയുകയും ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ അവരുടെ ഇഷ്ടത്തിനെതിരെ നിൽക്കുന്നത് ശരിയുമല്ലല്ലോ. ഏതായാലും നീ വാ, ചിലപ്പോൾ അവർ ഒന്നിച്ചല്ല പോയെങ്കിലോ, നീ വന്നേന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നു. ഈ സമയത്ത് കനകയും ഗോവിന്ദനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷൻ അടിച്ച് നടക്കുക. അപ്പോൾ എന്തായി കനകേ? അവൾ മൊബൈൽ ഓഫാക്കി വെച്ചിരിക്കുക ഗോവിന്ദേട്ടാന്നും. അതല്ല ഗോവിന്ദേട്ടാ, ഇതുവരെ അനിയും വീട്ടിലെത്തിയിട്ടില്ലെന്നാണ് നയനമോള് പറഞ്ഞതെന്ന കാര്യവും കനക പറയുമ്പം അനി എവിടെ പോയതാണെന്ന് ഗോവിന്ദേട്ടൻ ചോദിച്ചു. അറിയില്ലെന്നാ പറഞ്ഞതെന്ന് നയന പറയാം. പിന്നെ കനകെ, ഇന്ന് നവീൻ ഇവിടെ വന്ന് പെണ്ണാലോചിച്ച് പോയതാണല്ലോ. അതിനു മുൻപ് നവീൻ പോലീസ് സ്റ്റേഷനിൽ പോയിരുന്നു എന്നാണല്ലോ പറഞ്ഞത്. ഇനി ആലോചന നന്ദുവിന് ഇഷ്ടപ്പെട്ട് കാണില്ലായിരിക്കുമോ എന്നൊക്കെ ഗോവിന്ദേട്ടൻ ചോദിക്കുക. നമ്മുടെ സന്തോഷം പെട്ടെന്നാണല്ലോ കനക ഇല്ലാതായതെന്ന് പറയുമ്പം അവളൊന്ന് വന്നിരുന്നെങ്കിൽ നമുക്ക് സാവകാശം അവളോടെല്ലാം സംസാരിക്കാമായിരുന്നു ഗോവിന്ദേട്ടാന്നും പറഞ്ഞ് കനക. അവളെ വഴക്ക് പറയണ്ടായിരുന്നു എന്നാണ് മൂർത്തി സാർ എന്നോട് പറഞ്ഞത്. അവളുടെ ഡ്യൂട്ടി ചെയ്തു എന്നാണ് അവരൊക്കെ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ എവിടെ ചെന്ന് തിരക്കാൻ എൻ്റെ ഗോവിന്ദേട്ട, ആദർശം നയനയും കൂടി അവളെ അന്വേഷിക്കാനായിട്ട് പുറത്തേക്ക് പോകുമെന്നാണ് പറഞ്ഞതെന്ന് കനക അന്നേരം പറയുന്നു. നവീൻ ചെല്ലുമ്പോൾ അവൾ സ്റ്റേഷനിലുണ്ടായിരുന്നല്ലോ. ഇടയ്ക്ക് ഞാൻ നവീനെ വിളിച്ചായിരുന്നു. അപ്പോൾ പിന്നീട് നന്ദുവിനെ വിളിച്ചു എന്ന് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ വീണ്ടും സ്റ്റേഷനിൽ പോയിരുന്നുവെന്നും അവിടെ നന്ദു ഇല്ലായിരുന്നു എന്നും നവീൻ പറഞ്ഞെന്ന് കനക ഗോവിന്ദേട്ടനോട് പറയുന്നു. എന്ന് വെച്ചാൽ ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ അവൾ അവിടെ ഇല്ല എൻ്റെ ഗോവിന്ദേട്ട. അതായത് നവീൻ അവളെ കണ്ടതിന് ശേഷം അവൾ അവിടെ നിന്ന് എങ്ങോട്ടോ പോയെന്ന് വേണം പറയാനല്ലേ എന്നൊക്കെ ചോദിക്കണം. ഇനി അനിയെ കാണാനായിരിക്കും പോയത്. രണ്ടുപേരെയും കാണാനില്ല എന്ന് പറയുമ്പോൾ അത് സംശയിക്കുക തന്നെ വേണമെന്ന് ഗോവിന്ദേട്ടൻ പറയാം. ഇനി എന്ത് ചെയ്യണമെന്ന് ഒരു നിശ്ചയമില്ലല്ലോ ഗോവിന്ദേട്ടാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ടെൻഷനായിട്ട് കനക നിൽക്കുന്നു. എന്നാൽ അനിയുടെ കല്യാണം എങ്ങനെയെങ്കിലും കഴിഞ്ഞു പോകുമെന്ന് കരുതിയിട്ട് അതാണെങ്കിലിട്ട് നടക്കുന്നുമില്ല. അവളെക്കുറിച്ച് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ നമുക്ക് ആഹാരം പോലും കഴിക്കാൻ പറ്റത്തില്ലല്ലോ എൻ്റെ ഗോവിന്ദേട്ടാന്നൊക്കെ പറഞ്ഞ് കനക കിടന്ന് വെപ്രാളം കൊള്ളു കേട്ടോ. അങ്ങനെ കരഞ്ഞുകൊണ്ട് കനക അകത്തേക്ക് കയറി പോകുന്നു. ഗോവിന്ദേട്ടൻ ഇങ്ങനെ അവിടെ ആകെ വിഷമിച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്നു. ഇത് കഴിഞ്ഞ് ആദർശം നയനയും കൂടി നാട് നീളെ തിരഞ്ഞ് നടക്കുകയാണ്. ആ സമയത്ത് പോലീസുകാർ അവിടെ നൈറ്റ് പെട്രോളിങ് നടത്തുന്നു. അപ്പോൾ അത് കണ്ടു. അപ്പോൾ അവിടെ വന്ന് ആദർശ് വണ്ടി അങ്ങ് നിർത്തി. അപ്പോൾ ആ എന്തെങ്കിലും നന്ദും ഇല്ല. അപ്പോൾ ഞാനേ അവരൊന്ന് കണ്ടിട്ട് വരാമെന്നും പറഞ്ഞ് ആദർശ് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നയനയെ വണ്ടിയിൽ ഇരുത്തിയിട്ട് സാറെന്നാ ഈ നേരത്ത്? അത് പിന്നെ നന്ദു ഒന്ന് സ്റ്റേഷനിൽ വന്നില്ലേ എന്ന് ആ ASIയോട് ചോദിക്കുമ്പം അയ്യോ എൻ്റെ സാറേ ഉച്ചവരെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞാൽ പോയത്, ഹാഫ് ഡേ ലീവ് എടുത്തു എന്ന് ഇങ്ങനെ പറഞ്ഞപ്പം അല്ല എങ്ങോട്ടാ പോയെന്നും അല്ല അറിയാമെന്ന് ചോദിച്ചു. അയ്യോ അതൊന്നും എനിക്കറിയത്തില്ല എൻ്റെ സാറേ. അല്ല വീട്ടിലില്ലയോ? വീട്ടിൽ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞപ്പം എന്നാ പിന്നെ എന്താ? അല്ല അതെ സാറിൻ്റെ അനിയൻ വീട്ടിലുണ്ടോ എന്നിങ്ങനെ ചോദിച്ചപ്പം ഇല്ല എന്ന് പറഞ്ഞു ആദർശ്. അപ്പം പിന്നെ അനിയനോടൊന്ന് വിളിച്ച് ചോദിച്ചാൽ ചിലപ്പോൾ അറിയാമായിരിക്കും, അവരൊന്നിച്ചല്ല എന്ന് ആദർശ്. നമ്മുടെ ആദർശ് വണ്ടിയിലേക്ക് അങ്ങ് പോയി കയറി. അപ്പോൾ ആദർശ് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ASI കൂടെ നിന്ന് പോലീസുകാരെ നോക്കി ചിരിച്ചു കാണിക്കുകയാണ്.
രണ്ടെണ്ണം കൂടെ ഒരുമിച്ചെങ്ങണ്ടാ പോയിരിക്കുന്നത്. നമ്മൾ പറഞ്ഞത് ചേട്ടച്ചാർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നും പറഞ്ഞ് അവർ നിൽക്കുന്നു. അപ്പോൾ വണ്ടിയിൽ കയറി ചെന്നിട്ട് നയനയോട് ഹാഫ് ഡേ ലീവ് എടുത്താണ് നന്ദു പോയിരിക്കുന്നത്, എങ്ങോട്ടാണ് പോയിരിക്കുന്നതെന്ന് അറിയില്ലെന്നാണ് പറഞ്ഞതെന്ന കാര്യം പറയുന്നു. എടുത്ത വായിൽ അയാൾ എന്നോട് ചോദിച്ചത് അനിയൻ വീട്ടിലുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നയന ഇങ്ങനെ അന്തം വിട്ട് നോക്കുക കേട്ടോ. അവർക്ക് പോലും അറിയാം അവൾ കറങ്ങി നടക്കുന്നത് എനിക്കൊപ്പമാണെന്ന്. എന്നിട്ടാ പരസ്പരം കാണുന്നില്ല, സംസാരിക്കുന്നില്ല എന്നൊക്കെ അവർ രണ്ടുപേരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. നല്ലൊരു ആലോചന വന്ന സമയത്ത് അവളിങ്ങനെ കാണിച്ചത് വളരെ തെറ്റായി പോയി കേട്ടോ എന്നും പറഞ്ഞുകൊണ്ടിരുന്ന ആദർശ്. അവർ രണ്ടുപേരും ഒന്നിച്ചുണ്ടോയെന്ന് അറിയില്ലല്ലോ ആദർശേട്ടാ. ഇനി ഇതുവരെ ഞാൻ അനിയെ ഫോൺ വിളിച്ചിട്ട് അവൻ എടുത്തിട്ടില്ലെന്ന് ആദർശ് നേരം പറയുക. അപ്പോൾ പിന്നെ രണ്ടുപേരും പ്ലാൻ ചെയ്ത് പോകാൻ തന്നെയാണ് സാധ്യതയെന്നും. അങ്ങനെയാണെങ്കിൽ പോലും അത് കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇത് രണ്ടിൻ്റെ ഒരു വിവരം അറിയാത്തത് കൊണ്ട് ഒരു സമാധാനവും ഇല്ല എന്നൊക്കെ നയന ആദ്യം പിടിച്ചിങ്ങനെ പറയാം. അവളുടെ കാര്യം അറിയാമല്ലോ, ഈ നാട്ടിലെ എല്ലാ ക്രിമിനൽസിനെയും കണ്ണിലെ കരടാണ് അവൾ. അങ്ങനെ ഇരിക്കെ അതുകൊണ്ട് ഇനി ആ രീതിയിലെങ്കിലും എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു എന്ന് പോലും പറയാൻ പറ്റത്തില്ലല്ലോ. അതുമാത്രമല്ല, നാഗേന്ദ്രൻ്റെ പരാജയത്തിന് പിന്നിൽ നമ്മളെപ്പോലെ തന്നെ അവൾക്കൊരു പങ്കില്ലേ എന്ന് നയന ചോദിക്കുകയാണ്. ഇടയ്ക്ക് അവളെ അയാളുടെ ഗുണ്ടകൾ തട്ടിക്കൊണ്ടും പോയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ നീ പറഞ്ഞതൊക്കെ ശരിയാ. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രാത്രി തന്നെ അവളെ അന്വേഷിച്ചിറങ്ങിയത്. ഈ ഫോൺ വിളിക്കുമ്പോഴേ അത് എടുക്കാത്തതുണ്ടല്ലോ, അത് ഭയങ്കര മോശം ഇടപാടാണെന്നൊക്കെ ആദർശേട്ടാ നവീൻ പോയി അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ശേഷമാണ് അവളെ കാണാതായിരിക്കുന്നതെന്ന കാര്യം പറഞ്ഞ് അതിലുപരി ഇന്ന് അനിയുടെ മനസ്സിലുള്ളത് എല്ലാവരുടെയും മുന്നിൽ വെച്ച് വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നതെന്ന കാര്യവും പറയണം. അപ്പോൾ അങ്ങനെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം എന്തായാലും നമ്മൾ ഭയക്കുന്നത് പോലെ ഒന്നും സംഭവിക്കരുത് എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടി അനിയും നന്ദുവും പോകാൻ സാധ്യതയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് പോയി നോക്കാമെന്ന് പറഞ്ഞ് ആദർശം നയനയും കൂടി അവിടുന്ന് പോവുകയാണ്. അപ്പോൾ അതേ പോലീസുകാരവിടെ നിന്നിട്ട് ഇനി രണ്ടെണ്ണം കൂടി ഒളിച്ചോടിപ്പോയി കാണുമോ എന്നൊക്കെ ചോദിക്കാം. എങ്ങോട്ടെങ്കിലും അവർ പോയിരുന്നെങ്കിൽ നമുക്ക് 10 കാശുണ്ടാക്കാമായിരുന്നു. അപ്പോൾ അത് ശരിയാ സാറ് പറഞ്ഞെന്ന് പറഞ്ഞ് ബാക്കിയുള്ള പോലീസുകാർ നിൽക്കുന്നു. ഈ സമയം പിന്നെ കാണിക്കുന്ന അനിയും നന്ദുവിനെയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ചുള്ളതിൽ സന്തോഷമുണ്ട്. നമ്മൾ രണ്ടുപേരും ഓവർ ടെൻഷനിലുമാണ്. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്താലോ, ഒരു 2-2.5 മണിക്കൂർ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടുന്ന് പൊന്മുടിയിലെത്താമെന്ന് അനി നന്ദുവിനോട് പറയുന്നു. നന്ദു ആണെങ്കിൽ ആകെ ഇതായിട്ട് നിൽക്കാം. നമുക്ക് ഇന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് നാളെ രാവിലെ ഇവിടുന്ന് പോരാം. പൊന്മുടിക്കോ? എന്താ എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. എടി നീ പിണങ്ങി പോകുന്നത് കൊണ്ട് ഫോൺ എടുത്തില്ലെങ്കിൽ പോലും നിൻ്റെ വീട്ടുകാർക്ക് സംശയമൊന്നും തോന്നില്ല എന്ന് അനി പറയാം. എടാ എന്നാലും ഓരോ ദിവസമൊക്കെ മാറി നിൽക്കാമെന്ന് വെച്ച് എന്നെ അന്വേഷിക്കത്തില്ലേടാ എന്ന് നന്ദി ചോദിച്ചു. എന്നാൽ നീ ഒരു കാര്യം ചെയ്യാം, നയനേട്ടത്തെ വിളിച്ചിട്ട് ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നാളെ വരത്തുള്ളൂ എന്ന് പറയാൻ പറഞ്ഞു. ഒരു പറയടി, ഇന്നിനിയിപ്പം നീ വീട്ടിൽ പോയാലും നിനക്ക് ഭയങ്കര ടെൻഷനായിരിക്കും, എനിക്കും അത് അങ്ങനെ തന്നെയാണെന്നും നീ വിളിക്കുന്നു പറഞ്ഞാൽ അനി നിർബന്ധിച്ച് നന്ദുവിനെ കൊണ്ട് വിളിപ്പിക്കുക. അപ്പോൾ ആദർശം നയനയും തപ്പി ഇറങ്ങിയിരിക്കുകയുള്ളൂ. അവരിങ്ങനെ അന്വേഷിച്ച് നടക്കുന്നു ഭയങ്കര ടെൻഷനിൽ. ആ സമയത്ത് നയനയുടെ ഫോണിലേക്ക് കോള് വരുന്നു. ചാടി എടുക്കുക, നന്ദു വിളിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നീ സ്പീക്കർ എടുക്കെന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അങ്ങനെ കോൾ എടുത്തു. ഹലോ മോളെ നന്ദു. അതെ ചേച്ചി, ഞാനിന്ന് വീട്ടിലോട്ട് പോകത്തില്ല കേട്ടോ എന്ന് നന്ദു പറയാം. എന്താ മോളെ ഇത്, നിന്റെ പിണക്കം ഇതുവരെ മാറിയില്ല എന്ന് ചോദിക്കുമ്പം അത് അത്ര പെട്ടെന്നൊന്നും മാറത്തില്ല. എന്നെ അങ്ങനെയാ അച്ഛനും അമ്മയും ഓരോന്ന് പറഞ്ഞതെന്ന് പറഞ്ഞപ്പം അച്ഛനമ്മമാർ ദേഷ്യം വരുമ്പോൾ അങ്ങനെ ഓരോന്നൊക്കെ പറയത്തില്ലേ, അത് അത്ര വലിയ സംഭവമാക്കി വെക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇന്നൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തങ്ങുക, അത് അച്ഛനോടും അമ്മയോടും ഒന്ന് പറഞ്ഞേക്കെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. നന്ദു ഹലോ നന്ദു എന്നും പറഞ്ഞ് വിളിച്ചെങ്കിലും കട്ട് ചെയ്തിട്ട് നന്ദുവിൻ്റെ പാട് നോക്കിപ്പോയി. അവൾ കട്ട് ചെയ്ത് കളഞ്ഞല്ലോ ആദർശേട്ടാന്നും പറഞ്ഞ നയന. മൊബൈലേ ഫ്ലൈറ്റ് മോഡാക്കാൻ പറഞ്ഞു നന്ദുവിനോട് അനി. എല്ലാ വഴികളും പിന്നെ പറഞ്ഞു കൊടുക്കുവാണ്. ഇനിയിപ്പോൾ ഔട്ട് ഓഫ് റേഞ്ച് ഒക്കെ പറഞ്ഞോളൂ, അല്ലെങ്കിലും പൊന്മുടിയിൽ ചെന്ന് കഴിഞ്ഞാൽ പല സ്ഥലത്തും റേഞ്ചൊന്നും ഇല്ല. അന്നേരം എടാ അവിടെ വരെയൊക്കെ പോകണോടാ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും തങ്ങിയാൽ പോരെ എന്നൊക്കെ നന്ദു അനിയോട് ചോദിച്ചു. അല്ലെങ്കിൽ തന്നെ അവിടെ ഇപ്പം നീ എവിടെയാണ് റൂം എടുക്കാൻ പോണേന്നൊക്കെ ചോദിക്കുമ്പം അത് എൻ്റെ കൂടെ വരാൻ നിനക്ക് പേടിയുണ്ടോ എന്ന് ചോദിച്ചു. പേടിയൊന്നുമില്ല. എന്നാൽ നിൻ്റെ കൂടെ വരാൻ എനിക്കതിനേക്കാളും പേടിയില്ല എന്ന് നമ്മുടെ അനി. കാരണം ആരെങ്കിലും തല്ലാൻ വന്നാൽ അവരുടെ പരിപ്പിളക്കി വിടുന്ന വ്യക്തിയാണ് എൻ്റെ പെണ്ണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നമ്മുടെ അനി പറയാം. ഒരു 10-12 മണിയൊക്കെ ആകുമ്പോൾ നമ്മളവിടെ എത്തും. ഒരു ഗസ്റ്റ് ഹൗസാണ്, 2 പേർക്ക് താമസിക്കാൻ. അത്ര വലിയ ഗസ്റ്റ് ഹൗസിൻ്റെ ആവശ്യമൊന്നുമില്ല. അവിടെ ഞങ്ങൾ ഫ്രണ്ട്സ് ഇടയ്ക്ക് പോയി സ്റ്റേ ചെയ്യാറുള്ളതാണെന്ന് നമ്മുടെ അനി അന്നേരം പറഞ്ഞു. പോകുന്ന വഴിക്ക് ഞാൻ വിളിച്ച് അറേഞ്ച് ചെയ്തോളാമെന്നും അനി നന്ദുവിനോട് പറയുവാണ്. അവിടെ ഗസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മറ്റെവിടെയെങ്കിലും തങ്ങാമെന്നും പറഞ്ഞു. നീ ധൈര്യമായിട്ടിരിക്കേ, നീ ഒരു പോലീസ് ഓഫീസറല്ലേ, പിന്നെ ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ ശരിയാവുന്നെന്ന് ചോദിച്ചപ്പം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പോലീസ് ഓഫീസറൊക്കെ മനുഷ്യന്മാർ തന്നെയാണെന്ന്.
ക്രിമിനൽസിന് മാത്രമേ ഞങ്ങളെ ഭയക്കേണ്ട കാര്യമുള്ളൂ എന്നും. എൻ്റെ വീട്ടുകാർക്കേ ഞാൻ അവരുടെ ഇളയ മോളാ. ഇനിയിപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കേണ്ടെന്നേ. നീ ഏട്ടത്തെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഇനി നമുക്ക് സേഫായിട്ട് പോയിട്ട് വരാം. പിന്നെ നാളെ അത് രാവിലെ തന്നെ അവിടുന്ന് തിരിച്ചോളണം, കേട്ടല്ലോ. ഒരു 6 മണിക്ക് തന്നെ നമുക്ക് അവിടുന്ന് ഇങ്ങോട്ടേക്ക് തിരിച്ചു പോരാവുന്ന അനി പറഞ്ഞു. 8 മണി കഴിയുമ്പോൾ ഇവിടെ എത്തുന്നു. പിന്നെ റോഡിൽ തിരക്കൊക്കെ കുറവാണല്ലോ. പിന്നെ മഴയാണെങ്കിൽ ആ റോഡിലൂടെ പോകാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. എങ്കിലും നീ കൂടി ഉള്ളപ്പോൾ അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അനി പറയാം. അപ്പോൾ വാ നമുക്ക് പോകാം, വാ കയറ് എന്നും പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേരും കൂടി വണ്ടിയിൽ കയറി അങ്ങനെ അവർ പൊന്മുടി നോക്കി പോകണം. ഈ സമയം പിന്നെ കാണിക്കുന്ന കനക ഗോവിന്ദേട്ടൻ്റെ അടുത്ത് വരിക. എന്നിട്ടേ നയനമോള് വിളിച്ചായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നന്ദു അവളെ വിളിച്ചായിരുന്നു എന്നും ഇന്ന് വരില്ല, ഏതൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ തങ്ങുമെന്നാണ് പറഞ്ഞതെന്ന് പറയുമ്പോൾ ഏത് ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് ചോദിച്ചു. അതൊന്നും എനിക്ക് അറിയില്ലെന്നും നമ്മളോട് പിണങ്ങി പോയത് കൊണ്ട് എവിടെയെങ്കിലും മാറി കാണുമായിരിക്കുമെന്നും പറയാം. ആ രാകേഷിനെ വിഘ്നേഷിനെയും കൂടെ എങ്ങാനും ആയിരിക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പം അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല, അനി അവിടെ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന് കനക പറയാം. എന്നിട്ട് പിന്നെന്താ നമ്മൾ വിളിച്ചിട്ട് അവൾ എടുക്കാതിരുന്നത്? നമ്മുടെ മിസ് കോള് ഒരുപാട് ചെന്നതല്ലേ. അങ്ങനെയുള്ളപ്പോൾ നമ്മളെ വിളിച്ച് വിവരം പറഞ്ഞൂടെ അവൾക്ക്? അവൾ പെട്ടെന്ന് പിണക്കം മാറ്റണ്ടെന്ന് കരുതി കാണുമായിരിക്കും. നവീൻ്റെ കാര്യം നയന നന്ദുവിനോട് പറഞ്ഞോ? അതൊന്നും ഞാൻ ചോദിച്ചില്ല ഗോവിന്ദേട്ടാ. അവളുടെ വിളി വന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആശ്വാസമായി. ഇനിയിപ്പോൾ അവൾ ഇങ്ങോട്ട് വരട്ടെ, വന്നിട്ട് നമുക്ക് സാവകാശം നവീൻ്റെ കാര്യം പറഞ്ഞാൽ പോരെ? അല്ല, നവീൻ ഈ കാര്യം നന്ദുവിനോട് പറഞ്ഞു എന്നല്ലേ പറഞ്ഞത്? അപ്പോൾ അവൾക്ക് സന്തോഷമാണെങ്കിലും അവൾ ഉടനെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതല്ലേ എന്ന് ചോദിച്ചപ്പം അവൾക്ക് സന്തോഷം കാണില്ലായിരിക്കും. അവളുടെ മനസ്സിൽ ഇപ്പോൾ അതിന് അനിയല്ലേ, പിന്നെ എങ്ങനെയാണെന്ന് ചോദിച്ചു കനക. എൻ്റെ സംശയം അനിക്കൊപ്പം അവൾ ഒളിച്ചോടി പോകുമെന്നുള്ളതാണെന്ന് പറഞ്ഞപ്പം എങ്ങോട്ട്? അല്ല എങ്ങോട്ടെങ്കിലുമേ അതോർക്കുമ്പോൾ എനിക്ക് മൊത്തത്തിലൊരു പേടി. ജ്യോത്സ്യം പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ കിടക്കുക എൻ്റെ ഗോവിന്ദേട്ടാ. അവർ തമ്മിൽ ഒന്നിക്കുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ല, നവീൻ്റെ അമ്മ സമ്മതിക്കുകയാണെങ്കിൽ നവീനും നന്ദുവും തമ്മിലുള്ള ബന്ധത്തിന് തടസ്സമൊന്നും ഇല്ലല്ലോ. അതിനാകെയുള്ള തടസ്സം നന്ദുവും അനിയും തന്നെയല്ലേ. അനിയേക്കാൾ യോഗ്യനാണ് നവീൻ, പേരെടുത്ത വക്കീലും ആണെന്നും പറഞ്ഞ്. പക്ഷേ ഒരു പെണ്ണിനെ ഏതെങ്കിലും ഒരു അസ്ഥിയിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്നൊരു മോചനമൊന്നും ഉണ്ടാവത്തില്ലല്ലോ. അനിയും നന്ദവും തമ്മിൽ എങ്ങനെ അടുത്തുവെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നതെന്ന കാര്യമൊക്കെ പറയുമ്പോൾ എന്തായാലും അനിയുടെ അമ്മയോടും അതുപോലെ തന്നെ ആ വീട്ടിലെ മറ്റു പലരോടും മത്സരിച്ചിട്ട് നമുക്കിനി അനന്തപുരിയായിട്ട് യാതൊരു ബന്ധവും വേണ്ടാന്ന് പറഞ്ഞു. ശരി, അത് നമ്മൾ നേരത്തെ എടുത്ത ഉറച്ച തീരുമാനം തന്നെയല്ലേ. ഇനി ആ തീരുമാനത്തിൽ നിന്നും ഒരിക്കലും മാറരുതെന്നും ഗോവിന്ദേട്ടൻ പറയാ കനകയോട്. എന്തായാലും നാളെ മുതൽ നേർച്ചയും വഴിപാടും ഒക്കെ തുടങ്ങണം. നന്ദുവിൻ്റെ മനസ്സു മാറാനും നന്ദുമോളും നവീനും തമ്മിലുള്ള കല്യാണം നടക്കാനും ഒക്കെ വേണ്ടിയിട്ടെന്നൊക്കെ കനക അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുന്നു. ആ സമയം കൊണ്ട് ഇവർ പൊന്മുടിയിലെത്തി. അതായത് നന്ദുവും അനിയും കൂടി അങ്ങനെ പൊന്മുടിയിലെത്തി. അവരാ റിസോർട്ടിൽ ചെന്നു. അപ്പോൾ ഈ സ്ഥലമൊക്കെ കണ്ടപ്പോൾ എടാ ഇത് സേഫ് ആണോടാന്ന് ചോദിച്ചു. അല്ലാത്തടുത്ത് ഞാൻ നിന്നെ കൊണ്ടുവരില്ലെന്ന് പറഞ്ഞില്ലേ നന്ദുവെന്ന് അനി. അപ്പോഴേക്കും അവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ വന്നു. അപ്പം അനിയെ കണ്ടപ്പോഴത്തേക്കും ചിരിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. എൻ്റെ പൊന്ന് സാറേ, ഒരുപാട് വൈകിപ്പോയല്ലോ, നാളെ രാവിലെ തന്നെ പോവണ്ടേ? അപ്പോൾ പോണം ചേട്ടാന്ന് പറഞ്ഞു. അല്ല, ഇപ്പം തന്നെ അർദ്ധരാത്രി കഴിഞ്ഞല്ലോ, സാറെന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞങ്ങൾ കഴിച്ചിട്ടാണ് പോകുന്നത്. എന്തായാലും മഴ പെയ്യുന്നതിന് മുന്നേ ഇങ്ങ് എത്തിയത് ഭാഗ്യമായി. ഇതേ ആകാശത്ത് നക്ഷത്രങ്ങളൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ ചേട്ടൻ പറയുന്നു. ചന്ദ്രനൊക്കെ 4-5 ദിവസമായി പുറത്ത് വന്നിട്ട്. അല്ല, ഇന്ന് ഭയങ്കര മഴ പെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാ. അപ്പോൾ 1-2 അടുത്ത ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു. അന്നേരം എൻ്റെ സാറേ, കറുത്ത മഴ പെയ്തു കഴിഞ്ഞാൽ ഹൈ റേഞ്ചിലൂടെ വണ്ടി ഓടിക്കാനേ ഭയങ്കര പാടാ കേട്ടോ. എതിരെ വാഹനങ്ങളൊക്കെ വന്നാൽ കാണാൻ പോലും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ സെക്യൂരിറ്റി പറഞ്ഞു കൊടുക്കും എനിക്ക്. അപ്പം അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് സാറിതിന് മുന്നേ ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് വരുമ്പോൾ അതിൻ്റെ കൂടെ പെൺകുട്ടികളെ ഒന്നും കാണത്തില്ലായിരുന്നല്ലോ. അങ്ങനെ നന്ദുവിനെ നോക്കുക കേട്ടോ. ഇന്ന് ഫ്രണ്ട്സ് ഇല്ല, ഈ കൊച്ചു മാത്രം ഉള്ളല്ലേ. എടോ ഇതെൻ്റെ വുഡ്ബി ആണെന്ന് പറയുമ്പോൾ ഓ തന്നെ എന്ന് പറഞ്ഞിട്ട ചേട്ടൻ. അപ്പം എന്താ ചേട്ടാ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു നന്ദു. അയ്യോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, പറഞ്ഞത് ശരി വെച്ചതല്ലേ. എന്നാലും അത് ശരിയില്ല, ഒരു തെറ്റുള്ളതുപോലെ തോന്നി എന്ന് നമ്മുടെ നന്ദു അന്നേരം അയാളോട് പറഞ്ഞു. ചേട്ടാ വേറെ കാര്യമൊന്നും അന്വേഷിക്കണ്ട, ഞങ്ങൾക്ക് ഇന്ന് രാത്രി എന്തൊക്കെ ചെയ്തു തരാൻ പറ്റുമോ അതൊക്കെ ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പം സാറേ മണിയറയൊക്കെ റെഡിയാണെന്ന് ഇങ്ങനെ പറഞ്ഞു. മണിയറയോ? അല്ല, റൂമൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചതേ. ഒറ്റ റൂമല്ല, ഞങ്ങൾക്ക് 2 ആൾക്കും കൂടി 2 റൂം വേണമെന്ന് പറഞ്ഞു. അയ്യോ, ഈ വീടിനകത്ത് 4-5 പേർക്ക് ഒരേ സമയം കിടന്നുറങ്ങിക്കൂടായോ? അപ്പോൾ ഇഷ്ടം പോലെ മുറിയുണ്ടെന്ന് അയാൾ പറയുക. അതിനകത്ത് ഒരു മുറി മാറ്റിയിട്ടിട്ടുണ്ടെന്നേ പറഞ്ഞുള്ളൂ എന്ന് ഇയാൾ.
അതൊക്കെ ഇനി സാറിൻ്റെയും മേഡത്തിൻ്റെ ഇഷ്ടം പോലെ. എന്നാൽ പിന്നെ നിങ്ങൾ വാ എന്നും പറഞ്ഞ് അയാൾ ഇവരെയും കൂട്ടി അകത്തേക്ക് കയറി ചെല്ലുന്നു. അങ്ങനെ നന്ദുവിനുള്ള മുറിയും എനിക്കുള്ള മുറിയും കാണിച്ചു കൊടുത്തു. അപ്പം നന്ദുവിനുള്ള മുറിയിൽ കൊണ്ടുവന്നാക്കിയിട്ട് ഇതാണ് നിനക്കുള്ള മുറി, നീ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ നന്ദുവിനോട് പറയാട്ടോ. എന്തായാലും വരുന്ന വഴിക്ക് ഡ്രസ്സ് വാങ്ങിയത് കാര്യമായി, ഞാൻ വാങ്ങിയതൊക്കെ പാകമാണെന്ന് നീ നോക്കാനായിട്ട് ഇങ്ങനെ അനി നന്ദുവിനോട് പറയാം. അങ്ങനെ അതും പറഞ്ഞ് നിൽക്കുമ്പം നീ എനിക്ക് ഒരുപാട് ഡ്രസ്സ് വാങ്ങിച്ച് തന്നിട്ടുള്ളതല്ലേ, അപ്പോൾ പിന്നെ ഇത് പാകമായിരിക്കുമെന്ന് നന്ദു. എടാ ഇവിടെ സേഫാണല്ലോ അല്ലേ എടി, ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ തന്നെ നിന്നെപ്പോലെ ഒരു കരാട്ടക്കാരിയെ ആരെന്ത് ചെയ്യാനാണെന്ന് അനി ചോദിച്ചു. എന്നെ മാത്രം നീ പേടിച്ചാൽ മതിയെന്ന്. ആ ശരി എടാ, അതെ സമയം 12:30 നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കിടന്നാൽ മതിയെന്ന് അനി പറയാ. നന്ദു ഇങ്ങനെ നോക്കുക. എടി പൊതുവെ ഇവിടെ തണുപ്പുള്ള സ്ഥലമാണ്, അതിൻ്റെ കൂടെ മഴയും കൂടി ഉള്ളത് കൊണ്ട് ഭയങ്കര തണുപ്പാണ്, സ്വെറ്ററൊന്നും എടുത്തിട്ടുമില്ല, ഒന്ന് തീ കായണം, അതൊക്കെ കഴിഞ്ഞ് സുഖമായിട്ട് നമുക്ക് കിടന്നുറങ്ങാമെന്ന് പറഞ്ഞു. എത്ര വൈകി കിടന്നാലും രാവിലെ നേരത്തെ ഉണരണം കേട്ടോ എന്ന് നന്ദു അന്നേരം അനിയോട് പറഞ്ഞു. അതിരാവിലെ നമുക്ക് തിരിച്ചു പോവുകയും വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇത്രയും ദൂരത്തൊന്നും വരണ്ടെന്ന്. അപ്പോൾ ഇവിടെ സേഫാണ് നന്ദു, നമ്മളെപ്പോലുള്ള ആണും പെണ്ണും ഒക്കെ ഇവിടെ സ്ഥിരം വരാറുള്ളതാണെന്നൊക്കെ അനി അന്നേരം പറഞ്ഞു. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, ഒരു സമയത്ത് ഇവിടെ ഓരോ ഗസ്റ്റിനെ അവർ വീട് കൊടുക്കത്തുള്ളൂ, അതിൻ്റെ റെൻറ്റ് കുറച്ച് കൂടുതലാണ്, എന്നാലും ഒരു പ്രൈവസി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ സെക്യൂരിറ്റി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഏയ് നീ പെട്ടെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അനി അവിടെ നിന്ന് പോയി. നന്ദു ഇങ്ങനെ റൂമും ലോക്ക് ചെയ്ത് ഇങ്ങനെ അവിടെ നിൽക്കുക. നന്ദുവിന് ഭയങ്കര ഒരു പേടിയും ടെൻഷനും ഒക്കെ. ഈ സമയത്ത് ആദർശും അതുപോലെ നയനയും കൂടെ വീടിനകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ ദേവയാനി ഉറങ്ങാതെ ഇവരെ കാത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇവരെ കണ്ടപ്പോഴേക്കും നിങ്ങൾ എവിടെ പോയതാ മക്കളെ എന്ന് ചോദിച്ചു. അത് പിന്നെ അമ്മയും നന്ദുവിനോട് ഇന്ന് ഇവരുടെ അച്ഛനും അമ്മയും കുറച്ച് കയർത്ത് സംസാരിച്ചായിരുന്നേ, അതിൻ്റെ ദേഷ്യത്തിൽ അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണെന്ന് പറഞ്ഞപ്പം അയ്യോ ഇതുവരെ ചെന്നില്ല എന്നും പറഞ്ഞ് ഇവരുടെ അമ്മ വിളിച്ചായിരുന്നു, അതുകൊണ്ട് അവളെ ഒന്ന് അന്വേഷിക്കാമെന്ന് കരുതി പോയതാണെന്നൊക്കെ പറഞ്ഞപ്പം എന്നിട്ട് മോളെ കണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ലമ്മേ, അവളെ പറ്റി ഒരു വിവരവും കിട്ടിയില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്തു. പിന്നെ അനി വന്നായിരുന്നു അമ്മ ഇങ്ങോട്ടേക്ക്? ഇല്ല വന്നില്ലല്ലോ മോനെ. എന്താടാ അനിക്കപ്പം നന്ദു അങ്ങനെ ഉണ്ടാവുമോ? അപ്പോൾ ഒന്നും അറിയത്തില്ലമ്മേ. അനി അർത്ഥം മുറിച്ചാണല്ലോ അച്ഛൻ്റെ അമ്മയുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത്, നന്ദു അല്ലാതെ മറ്റൊരു പെൺകുട്ടിയും അവന് വേണ്ടാന്ന്. പക്ഷേ ഇപ്പം നവീൻ്റെ ആലോചന വന്നില്ലേ, ഇവളുടെ അച്ഛനും അമ്മയ്ക്കും ആണെങ്കിൽ അത് വലിയ സന്തോഷമായിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ആദർശ് പറയുക. എങ്ങനെയെങ്കിലും ആ ഒരു ബന്ധം നടത്തണമെന്ന് അവർ പറയുന്നേ. അത് നല്ല ബന്ധം തന്നെയല്ലേ മോനെ? അപ്പം നല്ല ബന്ധമാണെങ്കിലും നന്ദുവിൻ്റെ മനസ്സെന്താണെന്ന് നമുക്കറിയില്ലല്ലോ അമ്മേ. ഇനിയിപ്പോൾ ഇത്രയും തർപ്പിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നന്ദുവിനും അവനോട് അങ്ങനെ ഒരു ഇഷ്ടം എന്തായാലും ഉണ്ടാവില്ലേ? അപ്പം ഇതൊന്നും വേണ്ടായിരുന്നു എൻ്റെ മോളെ, അവന്തികയുമായിട്ടുള്ളവൻ്റെ കല്യാണം ആലോചിക്കണ്ടായിരുന്നു എന്ന് ദേവയാനി പറയാം. അനാമിക പോയപ്പോൾ തന്നെ നന്ദുവിനെ പറ്റി ചിന്തിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അമ്മ എന്താ ഈ പറയുന്നേ, എൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിക്കുമെന്ന് തോന്നണുണ്ടോ എന്ന് നയനെ അന്നേരം ദേവയാനിയോട് ചോദിച്ചു. അമ്മയെ സാക്ഷിയാക്കിയിട്ടല്ലേ അനിയുടെ അമ്മ എൻ്റെ അച്ഛനെയും അമ്മയും അപമാനിച്ചൊക്കെ വിട്ടത്? അപ്പോൾ അതൊക്കെ ആർക്കെങ്കിലും സഹിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ജാനകി ഒരു കാരണവശാലും കുട്ടികളെ തമ്മിൽ ഒന്നിപ്പിക്കില്ല എന്നുള്ളതാണ് പറയുന്നത്. അവൾ ചിലപ്പോൾ അതിൻ്റെ പേരിൽ കടുംകൈ ചെയ്യാനും സാധ്യതയുണ്ടെന്ന കാര്യവും ദേവയാനി പറയാണ്. എനിക്കും ഇപ്പോൾ അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കണമെന്ന് അവരെ പോലെ തന്നെ ആഗ്രഹമുണ്ടെന്ന് നയന ദേവയാനിയോട് പറയാം. പക്ഷേ നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാനും നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പം അതുതന്നെയാണ് മോളെ എല്ലാവരുടെയും സങ്കടം, എല്ലാവർക്കും അതുതന്നെയാണ് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നത്. അപ്പം അമ്മ പോയി കിടന്ന് ഉറങ്ങിക്കോ, എന്തായാലും നാളെ രാവിലെയോടെ വിവരം കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് ആദർശ് ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. അല്ല മോൻ അനിയെ വിളിച്ച് നോക്കിയില്ലായിരുന്നോ? അവനെ വിളിച്ചിട്ടും കിട്ടുന്നില്ല, ഔട്ട് ഓഫ് റേഞ്ച് ആണെന്നാണ് പറയുന്നതെന്ന കാര്യം ഇങ്ങനെ ആദർശ നേരം പറഞ്ഞു. മിക്കവാറും അവരൊന്നിച്ചാവാനാണ് സാധ്യത. പിന്നെ ഇവിടെ ആരോടും അതമ്മ പറയാൻ നിൽക്കേണ്ട കേട്ടോ. ഇല്ലടാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നിൽക്കുന്നു. നയനയും ആദർശം കൂടെ അവിടെ നിന്ന് പോയി. പിന്നെ ദേവയാനി ഇങ്ങനെ അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ കാണിച്ച് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ, സീ അഗൈൻ, ടേക്ക് കെയർ, ബൈ ബൈ.